ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫുള്ള് ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് കുറച്ചും കൂടി ഒന്ന് അടിപൊളിയാക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പം വലിയതായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല, പക്ഷേ വീഡിയോയുടെ ലാസ്റ്റ് ഒരു സസ്പെൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ എൻ്റെ സ്റ്റഡി ടേബിളിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും മാറ്റി. പിന്നെ ഞാൻ ഓൾറെഡി ഒന്ന് വൃത്തികേടായിരുന്നു ടേബിൾ, അതുകൊണ്ട് തന്നെ ഞാനൊരു തുണിയിൽ വെള്ളം നനച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ടേബിൾ മൊത്തം. പിന്നെ അതിൽ ലൈൻസൊക്കെ ഉള്ളത് ഞാൻ ഷീറ്റ് വിരിച്ചതാണ്. അപ്പോൾ ആ ലൈൻസൊക്കെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ നിന്നൊക്കെ വലിച്ച് നന്നായിട്ട് ടക്കിൻ ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്ലാസ് ടൈം ടേബിളാണ്. അത് എനിക്ക് ഡിസൈൻ ചെയ്യുന്ന ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് വിചാരിച്ചു ലൈൻസ് മാത്രം വരയ്ക്കുന്ന വീഡിയോ എടുക്കാമെന്ന്. എന്നിട്ട് ഞാൻ ഭിത്തിയിൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അതൊരുമാതിരി ചെരിഞ്ഞിരിക്കുന്ന പോലെയാണ് വീഡിയോയിൽ കാണുന്നത്. പക്ഷേ ശരിക്കും നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റിക്കി നോട്ട്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഉണ്ടായിരുന്നു നാളത്തേക്ക് വേണ്ടിയിട്ട്. നാളത്തേക്കല്ലാതെ എനിക്ക് എല്ലാ ദിവസവും ആവശ്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ താഴെയാണ് ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ പെന്നും ഗ്ലിറ്റേഴ്സും പിന്നെ എൻ്റെ ഹൈലൈറ്റേഴ്സൊക്കെ ഇട്ട് വെക്കുന്ന ഈ ബോക്സ് ഞാൻ തന്നെ ബോക്സ് എനിക്ക് വേറെ സ്ഥലത്തു നിന്ന് കിട്ടിയതാണ്. അത് ഡിസൈൻ ചെയ്ത് ഞാൻ വെക്കേഷനിൽ വീട്ടിലിരുന്നപ്പോൾ വെറുതെ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. കളർഫുൾ പെയിൻറ്റ്സ് കൊണ്ട് ജസ്റ്റ് ഹാർട്ട് വരച്ചു കൊടുത്താൽ അത്രയേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ ആൽക്കഹോൾ മാർക്കേഴ്സാണ്. ഇതെനിക്ക് എപ്പോഴും ആവശ്യം വരാറുണ്ട് ഓരോ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പം. അപ്പോൾ അത് രണ്ടും ഞാൻ റൈറ്റ് സൈഡിൽ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഈ ബുക്കൊക്കെ എനിക്ക് നാളത്തേക്കുള്ള ടൈം ടേബിളിൻ്റെ ബുക്ക് മാത്രമേ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ. എല്ലാം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ടാവും, കുറേ ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ട്. ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ എൻ്റെ സ്മോൾ നോട്ട്ബുക്കും പേപ്പർ സോപ്പും എപ്പോഴും വെക്കാറുള്ള പോലെ വെച്ചു. പിന്നെ ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ അവിടെ വെച്ചപ്പോൾ സ്റ്റിക്കി നോട്ട് കാണുന്നില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് മേലേക്ക് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ എൻ്റെ ബോക്സ് എൻ്റെ ബുക്സിൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ എനിക്ക് ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ട് തോന്നിയുകൊണ്ട് എൻ്റെ പേപ്പർ സോപ്പ് ഞാൻ അവിടെ നിന്ന് മാറ്റി. പിന്നെ ഈ ടൈം പീസ് ഞാൻ സ്ഥിരമായിട്ട് ടേബിളേ വെക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇത് ഇത് ഞാൻ വീട്ടിന് ചുറ്റുമുള്ള കുറച്ച് ചെടികളൊക്കെ, അതായത് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള കുറച്ച് മണി പ്ലാന്റ്സ്, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ആണെന്നുള്ളൂ. അത് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളത്തിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എവിടെ വെക്കണം എന്ന് ആദ്യം എനിക്ക് ഫുള്ള് കൺഫ്യൂഷനായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ എവിടെയൊക്കെ വെച്ച് നോക്കി, സാധനങ്ങളൊക്കെ മാറ്റി. എനിക്ക് ഇതെല്ലാം എനിക്ക് വെക്കുകയും വേണം, പക്ഷേ എവിടെ വെക്കണം എന്ന് എനിക്ക് തിരിയാത്തൊരവസ്ഥയായിപ്പോയി കേട്ടോ. എന്നിട്ട് ഞാൻ ആൽക്കഹോൾ മാർക്കേഴ്സിൻ്റെ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഒരുമാതിരി എല്ലാം കൂടി പരന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് ആ ഫോൺ കാരണം ടൈം ടേബിൾ കാണാത്ത പ്രശ്നമായി. പിന്നെ ഞാൻ ഇങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കുറച്ചും കൂടി ബുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ ഇതെനിക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഗൈസ്?